പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്ര ഇന്ന് തിരുവനന്തപുരത്ത് അവസാനിക്കുകയാണ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം യാത്ര തുടങ്ങിയെടുത്ത് നിന്ന് ഇവിടെ തിരുവനന്തപുരത്ത് എത്തുന്നത് വരെ എവിടെയൊക്കെ ഈ യാത്ര നിർത്തിയിട്ടുണ്ടോ അവിടെയെല്ലാം വലിയ രീതിയിലുള്ള ഒരു ജനസാഗരം തന്നെയാണ് കണ്ടിട്ടുള്ളത്. അവിടെയെല്ലാം ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അലയടിക്കാൻ പോകുന്ന UDF തരംഗം അത് തന്നെയാണ് ഇവിടെ എല്ലാം വെളിവായിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം കാണിക്കുന്നത് വി.ഡി. സതീശൻ എന്ന പ്രതിപക്ഷ നേതാവിന്റെ, കോൺഗ്രസിന്റെ സമുന്നതനായ നേതാവിന്റെ ജനപിന്തുണ തന്നെയല്ലേ? തീർച്ചയായിട്ടും വി.ഡി. സതീശൻ എന്ന കോൺഗ്രസ് നേതാവിൻ്റെ, പ്രതിപക്ഷ നേതാവിൻ്റെ കഴിഞ്ഞ 5 വർഷത്തെ പ്രകടനം അതിൻ്റെ അവസാനമായത് നമ്മൾ ഒരു വെടിക്കെട്ടിന് തിരികെ കൊടുത്തുമ്പോൾ ആ വെടിക്കെട്ട് ഇങ്ങനെ അവസാനത്തെ ഒരു പടക്കമുണ്ട്. അവസാനം നമ്മൾ നാട്ടുമ്പുറത്ത് ഉത്സവത്തിനൊക്കെ ആ അവസാനത്തെ പ്രകമ്പനം എന്ന് പറയുന്ന ഒരു ഭയങ്കര സംഭവം. ആ വെടി എന്ന് പറയുന്നത് നമ്മുടെ ഭൂമി ഒന്ന് കുലുങ്ങും, മൊത്തത്തിലൊന്ന് കുലുങ്ങും. അതുപോലൊരു കുലുക്കം തിരുവനന്തപുരത്ത് നിന്നുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാരണം അദ്ദേഹം ഒറ്റയ്ക്കാണോ എന്ന് ചോദിച്ചാൽ ഒറ്റയ്ക്ക് തന്നെയാണ്. കാര്യം കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയെ സംബന്ധിച്ച് ഈ ഒത്തൊരുമ ഇപ്പോഴാണ് കുറച്ചെങ്കിലും നമുക്ക് പ്രകടമാകുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സർജിക്കൽ സ്ട്രൈക്ക് തന്നെയായിരുന്നു ഈ യാത്ര എന്ന് നമുക്ക് എടുത്തു പറയേണ്ടി ഒരു പുതുയുഗ യാത്ര എന്ന് പറയുമ്പോൾ കഴിഞ്ഞ 10 വർഷം, ഒരു യുഗം എന്ന് പറയുന്നത് എത്രയാണ്? കഴിഞ്ഞ 10 വർഷം എന്ന് പറയുന്നത് ഒരു ദിവസം തന്നെ ഒരു യുഗമായിട്ടാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഭരണകാലത്തെ നമ്മൾ നോക്കുന്നത്. ഈ 365 എന്ന് നോക്കുമ്പോൾ എത്ര ദിവസം വരും? അത്രയും ദിവസവും ഈ പറയുന്ന ഭരണാധികാരിയുടെ അല്ലെങ്കിൽ ഇവരുടെ അഹങ്കാരത്തിൻ്റെ, തേർവാഴ്ചയുടെ നേർസാക്ഷിയായി കേരള ജനങ്ങൾ മാറിയിട്ടുണ്ട്. അതിന് പുതുയുഗം, ജനങ്ങളെ നിങ്ങൾ അനുഭവിച്ച തിക്താനുഭവങ്ങൾക്ക് നിങ്ങൾക്കൊരു മാറ്റം, അതിന് പറ്റിയൊരു പേര് തന്നെയാണ് പുതുയുഗ യാത്ര. ആ പുതുയുഗ യാത്ര കാസർഗോഡ് നിന്ന് ആരംഭിച്ച് തിരുവനന്തപുരം വരെ എത്തുമ്പോൾ വി.ഡി. സതീശൻ എന്ന നേതാവിൻ്റെ മനസ്സിൽ അദ്ദേഹം ചിലത് കണ്ടിട്ടുണ്ട്. അത് അദ്ദേഹത്തിന് ഇപ്പോൾ ഈ പറയുന്ന പോലെ അദ്ദേഹത്തിന് നേതാവാകണമെന്നോ അല്ലെങ്കിൽ അദ്ദേഹം നയിക്കണമെന്നോ അങ്ങനെയൊന്നും മനസ്സിലുണ്ടെന്ന് ഒരു സാധാരണക്കാരൻ എന്ന രീതിയിൽ എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹത്തിന് അങ്ങനെയല്ല. ഇത് എങ്ങനെയായാലും തിരികെ കോൺഗ്രസ് വരണം എന്നൊരു ആഗ്രഹമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോഴത്തെ കോൺഗ്രസിന്റെ ഒരു സാഹചര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ എനിക്കൊന്നു ഒരു ശരാശരി CPM-കാരൻ ഒരു കോൺഗ്രസ്സുകാരനോട് അല്ലെങ്കിൽ രാഷ്ട്രീയം പറയുന്നവരോട് ചോദിക്കുന്ന ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് ആരാകും മുഖ്യമന്ത്രി എന്നുള്ളതാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു കോൺഗ്രസിനുള്ളിൽ അത്തരത്തിലൊരു ആശയക്കുഴപ്പം അല്ലെങ്കിൽ ഒരു ഈ പറഞ്ഞ അടിപിടിയുടെ ഫാക്ടർ ആ കാലം പോയി കഴിഞ്ഞു. ഈ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു അടിപിടിയുടെ കാലമാണ് അവർ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇനിയും ഭരണത്തിൽ തിരിച്ചെത്താൻ കഴിയുന്നില്ല എന്നുള്ളൊരു സാധ്യത അവർക്കറിയാം എന്നുള്ളത് തന്നെയാണ്. അപ്പോ ഈ പറഞ്ഞ എങ്ങനെയും ഐക്യം വീണ്ടെടുത്ത് ഭരണത്തിൽ തിരിച്ചു വരിക എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഈ പ്രവർത്തനങ്ങളെല്ലാം തന്നെ മുന്നോട്ട് പോകുന്നത്. അപ്പൊ വി.ഡി. സതീശന് മുഖ്യമന്ത്രി ആകണമോ, വി.ഡി. സതീശൻ തന്നെ മുഖ്യമന്ത്രി ആകുമോ എന്ന് ചോദിച്ചാൽ അത്തരത്തിലൊരു വാശി അദ്ദേഹത്തിനുള്ളതായി എവിടെയും പ്രകടമായി കാണുന്നില്ല. പക്ഷെ അദ്ദേഹത്തിന് ഒരു വാശിയുണ്ട്, 100-ലധികം സീറ്റുകൾ നേടി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF തന്നെ അധികാരത്തിൽ വരുമെന്നുള്ളത്. അത് അദ്ദേഹം തുടങ്ങി വെച്ച ഒരു ആത്മവിശ്വാസമാണെങ്കിൽ അതിന് താഴേക്കുള്ള എല്ലാ നേതാക്കളും, ഇപ്പോ 1ാം നിരയിലോ 2ാം നിരയിലോ ഉള്ള എല്ലാ നേതാക്കൾക്കും ഇതേ വാശി തന്നെയുണ്ട്. 100-ലധികം സീറ്റുകൾ നേടി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിക്കും, അടുത്ത സർക്കാർ രൂപീകരിക്കുന്നത് UDF ആയിരിക്കും എന്നുള്ള വാശി അവർക്കെല്ലാം ഉണ്ട്. അതിന്റെ എല്ലാം പ്രതിഫലനമാണ് ഈ പറഞ്ഞ പുതുയുഗ യാത്ര. പുതുയുഗ യാത്ര വി.ഡി. സതീശന്റെ പേരിലാണ്, വി.ഡി. സതീശന്റെ അക്കൗണ്ടിലാണ് നടക്കുന്നത് എങ്കിൽ പോലും ഈ പറഞ്ഞ എല്ലാ നേതാക്കളിലും ഇതിൽ ഭാഗഭാക്കുകളാണ്. എല്ലാ നേതാക്കളും കൃത്യമായി തന്നെ ഇതിൽ പങ്കാളികളാകുന്നുണ്ട്, ഇതിൽ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്, അതിനൊപ്പം നടക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ കാര്യങ്ങളും കൃത്യമായി തന്നെ പോകുന്നുണ്ട്. ഇത് തന്നെയാണ് ഈ പറഞ്ഞ കോൺഗ്രസിനുള്ളിലെ ഐക്യം കാണിക്കുന്നത്. ഇപ്പോൾ വി.ഡി. സതീശന് വേണ്ടി പ്രവർത്തിക്കുന്ന ബാക്കി നേതാക്കളെ നമ്മൾ കാണുന്നുണ്ട്. അത് അദ്ദേഹത്തെ മുഖ്യമന്ത്രിയാക്കാനോ ഒന്നുമല്ല, പക്ഷേ ഇവരെ ഈ UDF-നെ അധികാരത്തിൽ കൊണ്ടുവരിക എന്നുള്ള ലക്ഷ്യത്തോടെ തന്നെയാണ്. തീർച്ചയായിട്ടും. അതായത് വി.ഡി. സതീശൻ എന്ന നേതാവിന്റെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത്, നമ്മളൊരു സ്ഥാനത്തിരിക്കുമ്പോൾ ചില ചാവല്യങ്ങൾ ഒഴിവാക്കേണ്ടതാണ്. ചില നേതാക്കൾ ചിലപ്പോൾ ചിലയിടങ്ങളിൽ പെരുമാറേണ്ട രീതിയിലല്ല പെരുമാറുന്നത് എന്ന് ഈ കഴിഞ്ഞ കാലയളവിൽ ഈ പറയുന്ന കോൺഗ്രസ് പാർട്ടിക്ക് തിരിച്ചറിയാൻ വൈകിയോ എന്നൊരു സംശയമുണ്ട്. ഇപ്പൊ കെ കരുണാകരൻ ആ സ്ഥാനത്തിരിക്കുമ്പോഴും അദ്ദേഹം തമാശ പറയുമ്പോഴും കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് അദ്ദേഹം കാര്യങ്ങൾ കൃത്യമായി, ആ സമയത്ത് അദ്ദേഹം ഇരിക്കേണ്ട സീറ്റ് ഇരിക്കുമ്പോൾ അദ്ദേഹം കൃത്യമായി കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ വി.ഡി. സതീശൻ ഈ സ്ഥാനത്തിരുന്നു കൊണ്ട് ചെയ്യുമ്പോൾ നമ്മൾ കണ്ട ഉപതെരഞ്ഞെടുപ്പുകളൊക്കെ തന്നെ നമ്മൾ എടുത്താൽ തന്നെ കൃത്യമായ പ്ലാൻ അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഇപ്പൊ ലോകസഭയിൽ തന്നെ സ്ഥാനാർത്ഥികളെ നിർണ്ണയിച്ച കാര്യത്തിലും കൃത്യമായ പ്ലാൻ ഉണ്ടായിരുന്നു. ചുമ്മാതല്ല ആലത്തൂര് രാധാകൃഷ്ണൻ ഒരേ ഒരാൾ ജയിച്ചത് ചുമ്മാതല്ല, അതെല്ലാം തന്നെ സർജിക്കൽ സ്ട്രൈക്ക് തന്നെയാണ്. അത് സതീശൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ഒരു കഴിവ് തന്നെയാണ്. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഞാനൊരു രാഷ്ട്രീയ വിദ്യാർത്ഥിയാണ്. ഇപ്പം നിങ്ങളും മേഘയും അത് തന്നെയായിരിക്കും. ഞാൻ ഒരിക്കലും വടകരയിൽ ഈ ഷാഫി പറമ്പിൽ സ്ഥാനാർത്ഥിയാവുന്നു ഞാൻ ഒരിക്കലും ഗസ് ചെയ്ത പോലുമില്ല.
ഒരിക്കലും ഗസ് ചെയ്ത പോലെ. കാര്യം രാഷ്ട്രീയം പഠിക്കുന്ന ഒരാളെന്ന രീതിയിൽ, നിരന്തരം ഇത് വാച്ച് ചെയ്യുന്ന ഒരാളെന്ന രീതിയിൽ ഞാൻ ഒരിക്കലും കരുതിയില്ല. എന്നെപ്പോലെ തന്നെ രാഷ്ട്രീയം പഠിക്കുന്നവരാരും വടകരയിൽ CPM എതിരിടാൻ ഷാഫി വരുമെന്ന് കരുതിയില്ല. അതുപോലെ തന്നെയായിരുന്നു പാലക്കാട് ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന യുവ നേതാവിനെ അദ്ദേഹം നിർത്തിയത്. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം ഇന്നത്തെ ഈ യാത്ര കഴിയുമ്പോൾ ബഹുമാനപ്പെട്ട VD സതീശന്റെ മനസ്സിൽ ആരൊക്കെയാണ്, എവിടെയൊക്കെയാണ് മത്സരിക്കേണ്ടത് എന്ന ഒരു തീരുമാനം വരുന്നത്. ശരിക്കും മറ്റ് എതിർ രാഷ്ട്രീയ രംഗത്ത് നിൽക്കുന്നവരെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ള സ്ഥാനാർത്ഥി നിർണയമായിരിക്കും സതീശൻ കൂടി ചേർന്നുകൊണ്ടുള്ള ഈ സ്ഥാനാർത്ഥി നിർണയത്തിൽ ഉണ്ടാകും. അതെ, ഇന്ന് വൈകിട്ട് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയാണ് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത്. വേണമെങ്കിൽ ഇന്നൊരു സ്ഥാനാർത്ഥി പ്രഖ്യാപനം അല്ലെങ്കിൽ ആദ്യഘട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകാം എന്ന് വേണമെങ്കിൽ പ്രതീക്ഷിക്കാം. അത് മറ്റൊരു വശത്ത്. എന്നാലും ഇപ്പോൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ പുതിയുഗ യാത്ര ഒരു വശത്ത് നടക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ വീണ ജോർജിന്റെ ഒരു പ്രസംഗത്തിൽ ഒഴിഞ്ഞ കസേരകൾ കിടക്കുന്ന ഫോട്ടോകളൊക്കെ നമ്മൾ കണ്ടിരുന്നു. ഇതൊക്കെ തന്നെ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. വ്യക്തമായൊരു പിക്ചർ കേരളത്തിലെ ജനത്തിന്റെ മനസ്സിൽ ഉണ്ട് എന്നുള്ള കാര്യം. ഇപ്പോൾ ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രിയായ വീണ ജോർജ് ഒരു വേദിയിൽ പ്രസംഗിക്കുന്നു. സ്വാഭാവികമായും ആ ഏരിയയിലുള്ള മനുഷ്യർക്ക് ഒരു മന്ത്രി വന്ന് പ്രസംഗിക്കുന്നു ഒന്ന് കാണാൻ പോകാം എന്നുള്ള ഒരു ആവേശം ഉണ്ടാകാൻ സ്വാഭാവിക സാധ്യതയുണ്ട്. എങ്കിൽ പോലും അവിടെ ഒഴിഞ്ഞ കസേരകൾ ഉണ്ടായിരുന്നു, അവിടെ സംസാരിക്കുന്നത് കേൾക്കാൻ ആളുകൾ ഇല്ലായിരുന്നു എന്ന് പറയുന്നത് ഈ പാർട്ടിയോടുള്ള അല്ലെങ്കിൽ മന്ത്രിമാരോടുള്ള ഈ മന്ത്രിസഭയോട് തന്നെയുള്ള ഒരു വിമുഖത തന്നെയല്ലേ മനസ്സിലാവും. തീർച്ചയായിട്ടും ആന്റി ഇൻകംബൻസി അത്ര കണ്ടുണ്ട്. അതായത് 10 കൊല്ലം ഭരിക്കുമ്പോൾ ഈ 10ാമത്തെ വർഷം എത്തുമ്പോഴത്തേക്ക് ജനത്തിന് അത്ര കണ്ട. ഇതിപ്പോൾ നമ്മൾ പുതിയുഗ യാത്രയെക്കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ കേട്ട് മടുത്ത ചില ക്ലീശ പ്രയോഗങ്ങളുണ്ട്. വികസന മുന്നേറ്റ യാത്ര. മേഘ പറയും ഈ വികസന മുന്നേറ്റ യാത്ര എന്ന് പറഞ്ഞൊരു ക്ലീശ വാക്കല്ലേ. നമ്മൾ എത്രയോ കേട്ടിട്ടുണ്ടല്ലോ. ചില വാക്കുകൾ ചിലയിടങ്ങളിൽ നമ്മൾ പ്രയോഗിക്കുമ്പോൾ ക്ലീശ വരും. ക്ലീശ എന്ന് പറയുമ്പോൾ നമുക്കത് കേൾക്കുമ്പോൾ തന്നെ വേറൊന്നും കിട്ടിയില്ല അവനൊക്കെ ഇടാൻ. ഒരു നല്ല പേര് കണ്ടുപിടിക്കാൻ CPM-ന് കഴിഞ്ഞു. അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് കഴിഞ്ഞു. 3 ഇടങ്ങളിൽ 3 പേർക്ക് ചുമതല കൊടുത്തുകൊണ്ട് ഇപ്പോൾ ജോസ് കെ മാണി എറണാകുളത്ത് സംസാരിക്കുന്നത്. സത്യം പറഞ്ഞു നെഞ്ച് കൈവച്ചുകൊണ്ട് എടുത്ത CPM-മാർ പറയൂ ജോസ് കെ മാണിയുടെ പരിപാടി എങ്ങനെ ഇരുന്ന് ഇവർക്ക് തുറന്നു പറയാനുള്ള കരുത്തുണ്ട്. നെഞ്ച് കൈവച്ചെടുത്ത CPM-മാർ പറയൂ ഈ 3 യാത്ര 3 നടത്തി. ബിനോയ് വിശ്വം തിരുവനന്തപുരത്ത് നടത്തി. CPI-കാരനായി ബിനോയ് വിശ്വം നടത്തിയത് അവിടുത്തെ CPM-കാർ കൂടെ നിന്ന് കരുതുന്നുണ്ടോ? ജില്ലാ സെക്രട്ടറി ജോയി അതിന്റെ ചതുർത്ഥി കൊണ്ടണക്കാണ് അടുത്ത് നിന്നത്. എങ്ങനെ തൊട്ടടുത്തിരിക്കുന്നത് ഒരു യവനെയൊക്കെ നയിക്കേണ്ടി വരുന്നല്ലോ എന്ന മുഖഭാവമാണ് ജോയിക്ക് ഉണ്ടായിരുന്നത്. അപ്പൊ അങ്ങനെ 3 കീറായിട്ടാണ് ഇവരെ യാത്ര പോയത്. അവിടെയാണ് CPI തന്നെ വിലയിരുത്തിക്കൊണ്ട് പറഞ്ഞു നേതാക്കളെ എല്ലാം ഒരുമിച്ച് കാണുന്നതിന്റെ അണികൾക്കുള്ള ഒരു സന്തോഷമുണ്ട്. ആ സന്തോഷം ഈ യാത്രയിൽ ഉണ്ടായില്ല എന്ന് CPI-യിൽ പറഞ്ഞു. അല്ലെ അവിടെ പറഞ്ഞോളൂ. CPI-യും CPM-ഉം തമ്മിൽ ഒരു ഉരസലല്ല, മാനസികമായി അണികൾ അതായത് അവരുടെ നേതാക്കൾ CPM-മായി എന്നേ അകന്നു കഴിഞ്ഞു. കാര്യം CPM പണി കൊടുക്കും. കാര്യം അവരുടെ മുന്നണിയിലെ കാര്യമാണ്. നമ്മുടെ വിഷയം മാറിപ്പോകണ്ട. ഈ PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട നാടകങ്ങളൊക്കെ നമ്മളിവിടെ കണ്ടതാണ്. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് വരുമ്പോൾ ഇന്ന് തിരുവനന്തപുരം നഗരത്തിൽ ബഹുമാനപ്പെട്ട VD സതീശന്റെ യാത്ര എത്തുമ്പോൾ അതിൽ അദ്ദേഹത്തിന്റെ യാത്രയുടെ വിജയം എന്ന് പറയുന്നത് CPM നിരീക്ഷിക്കേണ്ടതാണ്. കാര്യം മേഘ ഇതിൽ ഒരു വസ്തുത, ഇന്നിപ്പോൾ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയോട് ഇത്ര കണ്ട് വിരോധം CPM കാട്ടേണ്ട കാര്യം ഇല്ല. അത് ഉണ്ടോ എന്ന് ഈ സമൂഹം ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഈ പറയുന്ന കേന്ദ്രത്തിലെ ഭരണം ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടങ്ങുന്ന RSS BJP അവരുടെ മനസ്സിലെ എയിം കേരളം എങ്ങനെയെങ്കിലും പിടിക്കണമെന്നാണ്. കേരളം പിടിക്കാനായി BJP ഇറങ്ങുമ്പോൾ BJP കൂട്ടുപിടിക്കുന്നത് ആരെയാണ്? BJP കൂട്ടുപിടിക്കുന്നത് CPM-നെയാണ്. ബുദ്ധി കൂടുതലുണ്ട് എന്ന് കരുതുന്ന, സ്വയം ബുദ്ധിമാന്മാരാണെന്ന് കരുതുന്ന BJP-യെ കൂട്ടുപിടിക്കാൻ BJP-യാണ് ഇപ്പോൾ CPM-നെ കൂട്ടുപിടിക്കുന്നത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കാനുള്ളത് ഇത്ര മാത്രം, CPM ഒരു പടുകുഴിയിലേക്ക് പോവുകയാണ്. അത് BJP വെട്ടി ഉണ്ടാക്കിയ ഒരു കുഴിയിലേക്കാണ് CPM പോകുന്നത്. അവിടെ കോൺഗ്രസ് ജയിച്ചു വരേണ്ടത് ആവശ്യമാണ്, കാലത്തിന്റെ അനിവാര്യതയാണെന്ന് സമൂഹം ചിന്തിക്കുന്നുണ്ട്. അത് ന്യൂനപക്ഷങ്ങൾ ചിന്തിക്കുന്നുണ്ട്. ഭൂരിപക്ഷം ചിന്തിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അത് കോൺഗ്രസിന്റെ മിടുക്ക് പോലിരിക്കും ഭൂരിപക്ഷത്തിന്റെ വോട്ട് തങ്ങളിലേക്ക് അടുപ്പിക്കുന്നത്. അത് VD സതീശൻ ഈ പറയുന്ന രീതിയിൽ മതമേലധ്യക്ഷന്മാർ മേഘ കരുതുന്നുണ്ടോ? ഈ മതമേലധ്യക്ഷന്മാർ പറഞ്ഞു കഴിഞ്ഞാലൊക്കെ വോട്ട് അതേപോലെ വിടുന്നു എനിക്ക് തോന്നുന്നില്ല. ഇപ്പൊ NSS സുകുമാരൻ സാർ പറഞ്ഞുകൊണ്ട് NSS-കാരെല്ലാം വോട്ട് ചെയ്യണമെന്ന് എനിക്ക് തോന്നുന്നില്ല. വെള്ളാപ്പള്ളി പറഞ്ഞാൽ അപ്പോൾ ഈ പോയിരിക്കുന്ന വോട്ട് CPM-ന്റെ വോട്ടാണ് BJP-യിലേക്ക് പോയിട്ടുള്ളത്. കോൺഗ്രസ് വോട്ട് പോയിട്ടുണ്ട് BJP-യിലേക്ക്. പക്ഷെ അത് തിരിച്ചു കൊണ്ടുവരാൻ കോൺഗ്രസ് ശ്രമിക്കും. VD സതീശന്റെ ആ സ്റ്റാൻഡ് തന്നെയായിരിക്കും ഈ അങ്ങോട്ടും ഇങ്ങോട്ടും വോട്ട് ആർക്ക് കൊടുക്കണം എന്ന് പറഞ്ഞ് നിൽക്കുന്നവരെ, ചാഞ്ചാടി നിൽക്കുന്നവരെ കൂടെ നിർത്തുന്നതിനുള്ളൊരു കഴിവ് VD സതീശൻ ഇതുവരെ കാട്ടിയിട്ടുണ്ട്. അത് ഈ യാത്ര അവസാനിക്കുമ്പോൾ അതിൻ്റെ ഒരു പരിസമാപ്തിയിൽ എത്തുമെന്ന് നമുക്ക് കരുതാം.